ബിൽഡ് യുവർ സെൽഫ് ബിഫോർ ലൈഫ് ട്രൈസ് ടു ബിൽഡ് യു. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പലപ്പോഴും ജീവിതം പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ പോയാണ് പല കാര്യങ്ങളും പഠിക്കുന്നതും അതിൽ നിന്നാണ് പല കാര്യങ്ങളും പിന്നീട് നമ്മളായി മാറുന്നതും ഒക്കെ. പക്ഷെ നമുക്കൊരു കാര്യം ചിന്തിച്ചാലോ, നമുക്ക് എങ്ങനെ നമ്മളെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമായി മാറാനായിട്ട് എങ്ങനെ നമ്മൾ ഡെവലപ്ഡ് ആവണം, ഈ ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനുള്ളൊരു 6 പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ കണക്ട് ചെയ്താൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു വ്യക്തിത്വമായി നമുക്ക് ഡെവലപ്പ് ആവാൻ സാധിക്കുകയാണെങ്കിൽ, അത് നമ്മുടെ പേഴ്സണലും പ്രൊഫഷണലും ആയിട്ടുള്ള ലൈഫിലാകാൻ സാധിക്കുകയാണെങ്കിൽ, അത് തന്നെയായിരിക്കും ഒരാളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം. അതിന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ പല പോയിന്റുകളിലും നമ്മൾ ഫ്ലെക്സിബിൾ ആകേണ്ടതുണ്ട്, അഡാപ്റ്റബിൾ ആവേണ്ടതുണ്ട്, ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണലും പ്രൊഫഷണലായിട്ടുള്ള ലൈഫിൽ നമ്മളെങ്ങനെ നമ്മളെ ബിൽഡ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒന്നാമത് സെൽഫ് ഡിസ്കവറിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് സെൽഫ് അവെയർനെസ്. നമ്മളെന്താണെന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണയുണ്ടാവും. മറ്റ് പലരും പല രീതിയിലായിരിക്കും നമ്മളെ വ്യാഖ്യാനിക്കുന്നത്. ചിലപ്പോൾ വളരെ പ്രോത്സാഹിപ്പിച്ചായിരിക്കും, ചിലപ്പോഴൊക്കെ നിരുത്സാഹപ്പെടുത്തിയായിരിക്കും സംസാരിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മളെപ്പറ്റി ഒരു ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം. നമ്മുടെ സ്ട്രെങ്ത് എന്താ, നമ്മുടെ വീക്ക്നെസ് എന്താ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് എന്തൊക്കെ നേടാൻ കഴിയും, ഇതിനെപ്പറ്റി ഒരു ധാരണയുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ നേട്ടമായിരിക്കും. രണ്ടാമത്തെ കാര്യം ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. നമ്മുടെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസാണ് പലപ്പോഴും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളിൽ നമുക്ക് ബോധ്യപ്പെടാനും അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനും മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒരാളുടെ വ്യക്തിത്വ വികാസത്തിനും തിരിച്ചറിവിനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. മാനസികമായിട്ടുള്ള അയാളുടെ ശക്തിപ്പെടലും എല്ലാം ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണൽ കണക്ഷൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടുതലുള്ളവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. മൂന്നാമത്തെ കാര്യം റെസിലിയൻസ് ആണ്. ഇന്ന് ഏതൊരാൾക്കും പല സാഹചര്യങ്ങളിൽ പരാജയം ഒക്കെ ഉണ്ടായെന്ന് വരാം. ഈ പരാജയത്തിൽ നിന്ന് എത്ര വേഗം തിരിച്ചു വരാൻ സാധിക്കുന്നു, അതിനുള്ള കഴിവാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ആ റെസിലിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ വളരെയധികം വളർച്ചയ്ക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. നാലാമത് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. നിരന്തരം, അത് പേഴ്സണലായിക്കോട്ടെ പ്രൊഫഷണലി ആയിക്കോട്ടെ, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. സ്കില്ലും കപ്പാസിറ്റിയും ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയും ചെയ്യും. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ കോൺഫിഡൻസ് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. അഞ്ചാമത്തെ കാര്യം ലീഡർഷിപ്പ് ക്വാളിറ്റീസാണ്. നമ്മളെ തന്നെ അസസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം എഫക്റ്റീവാണ്, നമുക്ക് എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള അനലിറ്റിക്കൽ സ്കില്ലുകളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള കഴിവുണ്ടോ, നല്ല തീരുമാനങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിനുള്ള കഴിവുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നത് അടുത്ത ലെവലിലേക്ക് വളർച്ചയ്ക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ആറാമതും ഫൈനലി പറയാനുള്ളത് ലൈഫ് ലോങ് ലേണർ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അതായത് നിരന്തരം പഠിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക. ഇന്ന് ഏത് മേഖലയിൽ ജോലി ചെയ്യുകയാണെങ്കിലും അവിടെയൊക്കെ പുതിയ പുതിയ ട്രെൻഡുകൾ ഉണ്ടാവുന്നുണ്ട്, പുതിയ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ബോധ്യപ്പെടുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൽ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്ന കാര്യമായിരിക്കും. ഇപ്പോൾ നമുക്കൊരു എംപ്ലോയിയുടെ പേഴ്സ്പെക്റ്റീവിൽ തന്നെ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഏത് കമ്പനികളിലും ജോലി ചെയ്യുന്ന ഹൈ പെർഫോമിംഗ് എംപ്ലോയീസിനെയാണ് എല്ലാവർക്കും ഇഷ്ടം. ഇവരിൽ കാണുന്ന ചില പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അവരെപ്പോഴും വളരെ കോമ്പിറ്റൻ്റ് ആയിരിക്കും, അവർ നല്ല ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്നവരായിരിക്കും, അവർ വിശ്വസ്തരായിരിക്കും, അവർ ഹമ്പിളായിരിക്കും, അവർക്ക് വിജയത്തിന് വേണ്ടിയിട്ടുള്ളൊരു ത്വരയുള്ള ആളുകളായിരിക്കും, അവർ വളരെ സ്മാർട്ടായിരിക്കും അല്ലേ. നമ്മൾ സാധാരണഗതിയിൽ പെർഫോമൻസും എഫേർട്ടും വെച്ചാണ് നല്ലൊരു ഹൈ പെർഫോമിങ് എംപ്ലോയിനെ പലപ്പോഴും ഒന്ന് അസസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഗ്രാഫ്, ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണുള്ളത്. ഒരു ഭാഗത്ത് പെർഫോമൻസ്, ഒരു ഭാഗത്തെ എഫേർട്ട്. ഇതിനെ ബേസ് ചെയ്ത് 4 തരത്തിലാണ് നമുക്ക് ആളുകളെ തരംതിരിക്കാൻ പറ്റുന്നത്. ഒരു കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനെയൊക്കെ വേണമെങ്കിൽ 4ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നല്ല ഹൈ പെർഫോമൻസും, ഇപ്പോൾ നിങ്ങൾ ഗ്രീൻ കളറിൽ കാണുന്നൊരു ഏരിയ ഉണ്ട്, സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. ഹൈ പെർഫോമൻസും ആണ്, ഹൈ എഫേർട്ടും ആണ്. അതായത് നല്ല പെർഫോമൻസ്, നല്ല റിസൾട്ടും തരുന്നുണ്ട്, നിരന്തരം നല്ല പരിശ്രമവും നടത്തുന്ന ആളുകളാണ്. ഈ സൂപ്പർ സ്റ്റാറുകളെയാണ് എല്ലാ കമ്പനിയും ശക്തമായി അവരെ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമതൊരു കൂട്ടം ആൾക്കാരുണ്ട്, തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന എക്സ്പേർട്ടുകൾ. അവർ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്, കുറേ നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും, അത് വലിയ എഫേർട്ടൊന്നും ഇടുന്നില്ല, അവർ സ്മാർട്ട് വർക്ക് കൊണ്ടായിരിക്കും. എക്സ്പേർട്സും സൂപ്പർ തന്നെയാണ്. ഇനി വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, അണ്ടർ പെർഫോമേഴ്സ്. അവിടെയാണ് പ്രശ്നം. അവർക്ക് പെർഫോമൻസും ഇല്ല, എഫേർട്ടും ഇല്ല, റിസൾട്ടും തരാൻ പറ്റാനുള്ള പരിശ്രമവും ഇല്ല. ഇതാണ് പലപ്പോഴും സ്ഥാപനത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്ന ആളുകൾ. ഫൈനലി പൊട്ടൻഷ്യൽ ജെം എന്ന് പറയും. അതായത് നല്ല എഫേർട്ട് ഇടുന്നുണ്ട്, റിസൾട്ട് വന്നു തുടങ്ങിയിട്ടില്ല, പക്ഷെ വരും. നല്ല എഫേർട്ട് ഉണ്ടെങ്കിൽ എവിടെയും നാളെ റിസൾട്ട് വന്നിരിക്കും. അങ്ങനെയുള്ള ഒരു പൊട്ടൻഷ്യൽ ജെംസാണ്, അതായത് ഭാവിയിലെ വാഗ്ദാനങ്ങളാണ്. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മളെ തന്നെ തിരിച്ചറിയാൻ നോക്കുമ്പോൾ നമ്മളൊരു തൊഴിലാളിയാണെങ്കിൽ ഇതിലേത് വിഭാഗത്തിൽ നമ്മൾ പെടുമെന്നുള്ള കാര്യം നോക്കുക. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായിട്ടും
പ്രൊഫഷണലായിട്ടും ഒക്കെയുള്ള ഗ്രോത്തിന് വേണ്ടി നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് നമ്മുടേതായ മാർഗ്ഗങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോവുക. താങ്ക് യു.